Every day we will lift objects like lifting a bucket of water for bathing, lifting school bags when we are going colleges and to schools. Okay, whenever we are seeing the crane that also lifts some ways for the road and all those things works. So ഡെയിലി ലൈഫിൽ നമുക്ക് ഇതുപോലെ ഒരുപാട് സന്ദർഭങ്ങളുണ്ട് അല്ലേ, ലിഫ്റ്റ് ചെയ്യുന്നത്, വസ്തുക്കൾ അല്ലെങ്കിൽ ഒബ്ജക്ട്സ് ലിഫ്റ്റ് ചെയ്യുന്ന സന്ദർഭങ്ങൾ. ബക്കറ്റ് പൊക്കുന്നു, വെള്ളം എടുത്ത് പൊക്കുന്നത്, അതുപോലെ തന്നെ നമ്മളുടെ ബാഗ്, സ്കൂൾ ബാഗ് കൊണ്ടുപോകുന്നത്, ഇതൊക്കെ തന്നെ ലിഫ്റ്റ് ചെയ്യുന്ന സന്ദർഭങ്ങളാണ്. ഹാവ് യു എവർ തിങ്ക് അബൌട്ട് ഹൗ വി വിൽ കാൽക്കുലേറ്റ് ദി വർക്ക് ഡൺ വെൻ വി ആർ ലിഫ്റ്റിംഗ് ആൻ ഒബ്ജക്റ്റ്? ഒരു വസ്തു ഇതുപോലെ ലിഫ്റ്റ് ചെയ്യുമ്പോൾ, ഒരു ഒബ്ജക്റ്റ് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് വർക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് നോക്കാം അല്ലേ, എങ്ങനെയാണ് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത്, ഒരു ഒബ്ജക്റ്റ് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. Now you people will think about why we are thinking about lifting an object. What is the reason behind this? യെസ്, എ റീസൺ ഈസ് ദെയർ. നമ്മളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ, അതായത് എന്തിനാണ് ഇപ്പോൾ ഇനി ഒബ്ജക്റ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോഴുള്ള വർക്ക് ഡൺ പറയുന്നത്? അതൊക്കെ നമ്മൾ പഠിച്ച പോലെ W=F×S വെച്ച് കണ്ടുപിടിച്ചാൽ പോരെ. ബട്ട് ഹിയർ വി ഹാവ് ടു കൺസിഡർ വൺ മോർ തിങ് ദാറ്റ് വി ഹാവ് ഓൾറെഡി ലേൺഡ്, ദാറ്റ് ഈസ് ദി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. When we are applying some force to lift some object, we know the gravitational force is opposing that. Yes, force. So here we are going to learn about gravity അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും അതുപോലെ ലിഫ്റ്റിംഗ് ആൻ ഒബ്ജക്റ്റിന്റെ സമയത്ത്, ഒരു വസ്തു മുകളിലോട്ട് എടുക്കുന്ന സമയത്ത്, പൊക്കുന്ന സമയത്ത് വർക്ക് ഡൺ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ലെറ്റ്സ് സീ ഹൗ എ ക്രെയിൻ ലിഫ്റ്റ്സ് എ കണ്ടെയ്നർ ഓഫ് മാസ് m കിലോഗ്രാം ടു എ ഹൈറ്റ് h മീറ്റേഴ്സ്. എന്താ ചെയ്യുന്നത്? ഒരു ക്രെയിൻ ഉപയോഗിച്ചിട്ട് ഒരു കണ്ടെയ്നർ ഓഫ് മാസിന് എത്രയാണ്? കണ്ടെയ്നറിന്റെ മാസ് m ആണ്, ഒരു ഹൈറ്റ് h ഹൈറ്റിലേക്ക് അതിനെ പോക്കാൻ വേണ്ടി ശ്രമിക്കുക ചെയ്യുന്നത്. ദെൻ ദി വെയിറ്റ് ഓഫ് ദി കണ്ടെയ്നർ, ഹിയർ വി നോ ഇറ്റ് ഈസ് ഈക്വൽ ടു mg അല്ലേ, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. വേർ g ഈസ് ദി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. എന്താണ് വെയിറ്റ് എന്ന് പറയുമ്പോൾ എന്തും കൂടി വരുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആൾസോ ദെയർ, ആക്സ് ദെയർ. സോ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ദെയർ, ദാറ്റ് വി ഓൾറെഡി ലേൺഡ് ഇൻ അവർ പ്രീവിയസ് ക്ലാസ്സസ്. സോ ദിസ് വെയിറ്റ് വി ഹാവ് ടു ലിഫ്റ്റ് അപ്പ് യൂസിങ് ദി ക്രെയിൻ. അപ്പോൾ ക്രെയിനിന് ഈ ഒരു വെയിറ്റ് മുകളിലോട്ട് പൊക്കണമെങ്കിൽ ദി സെയിം ഫോഴ്സ്, ഓക്കെ, അപ്വേർഡ് ഫോഴ്സ് ദാറ്റ് ക്രെയിൻ ഹാവ് ടു അപ്ലൈ. സോ നമുക്ക് എന്താ പറയുക, ടു ലിഫ്റ്റ് ഇറ്റ് ദി ക്രെയിൻ മസ്റ്റ് അപ്ലൈ an equal upward force, that is F is equal to mg. Here the weight of the object is mg, so the crane have to apply the force of mg. Okay, so the quantity of work done by the force exerted by the crane on the container, നമുക്കത് കാണണം അല്ലേ, എന്താണ് വർക്ക്, എത്ര വർക്ക് ചെയ്തു. നമ്മൾ ഫോഴ്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്തത്. ഫോഴ്സ് എക്സർട്ടഡ് ബൈ ദി എർത്ത് ഓൺ ദി കണ്ടെയ്നർ, ദാറ്റ് ഈസ് mg, നമുക്കറിയാം അല്ലേ, അതാണ് വെയിറ്റ് എന്ന് പറയുന്നത്. And force to be applied by the crane on the container also mg. Next, quantity of work ആണ് നമുക്ക് കാണേണ്ടത്. എന്താണ്? ഫോഴ്സ് എക്സേർട്ട് ചെയ്ത് ക്രെയിൻ യൂസ് ചെയ്തിട്ട് എത്രയാണ് വർക്ക് എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത്. സോ വി ഹാവ് ദി equation W is equal to F×S. Here the displacement S is the height. ഇവിടെ S ആണല്ലോ നമ്മുടെ ഇക്വേഷൻ, ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പോൾ ഇവിടെ ഹൈറ്റ്, ക്രെയിൻ എത്ര ഉയരത്തിലാണ് ആ വസ്തുവിനെ എന്താണ് മുകളിലോട്ട് ഉയർത്തിയിരിക്കുന്നത്, അതാണ് ഇവിടുത്തെ എന്താണ് S എന്ന് പറയുന്നത്. സോ S ഈസ് ഈക്വൽ ടു H ഹിയർ. സോ F വി ഓൾറെഡി കാൽക്കുലേറ്റഡ് ആസ് mg. എന്താണ്? mg ആണെന്ന് നമുക്കറിയാം. സോ വി ക്യാൻ റൈറ്റ് ആസ് W is equal to F×S. For F we will write mg into, for S we will write as H. ഇതാണ് നമ്മൾ എസിനെ റീപ്ലേസ് ചെയ്ത് എച്ച് എന്ന് എഴുതി. സോ mg into H we can write it as mgh. So the work done here in this case is mgh. So we started from how is the work done will be if we are lifting an object against gravity. So from this we have understood that is W is equal to mgh. അതായത് is work done in lifting objects against the force of gravity is equal to mgh. എത്രയാണ്? അതായത് നമ്മൾ ഗ്രാവിറ്റിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ലിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരു ഒബ്ജക്റ്റിനെ ലിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരു ഒബ്ജക്റ്റ് ഉയർത്തുകയാണെങ്കിൽ, അത് സ്കൂൾ ബാഗ് ആയിക്കോട്ടെ, ക്രെയിൻ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും വസ്തു ആയിക്കോട്ടെ, കണ്ടെയ്നർ ആയിക്കോട്ടെ, ബക്കറ്റിലുള്ള വെള്ളം ആയിക്കോട്ടെ, എന്ത് കാര്യങ്ങളും നമ്മൾ മുകളിലോട്ട് ഉയർത്തുമ്പോഴും അത് അഗെയിൻസ്റ്റ് ഗ്രാവിറ്റിയാണ്. സോ ഹിയർ വി ഹാവ് ടു ഡു ദി വർക്ക് ആസ്
W is equal to mgh. ആദ്യം നമ്മൾ W is equal to F into S എന്ന് പറഞ്ഞ ഇക്വേഷനാണ് പഠിച്ചത്. Now the equation is changed into this form because of the gravity. Okay.